രാവിലത്തെ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചക്കലത്തേക്ക് ഇന്ന് എന്താണ് കറി വെക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ളൊരു കറി നമുക്കിന്ന് ഉണ്ടാക്കാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടത്തരം വലിപ്പമുള്ള നല്ല പിഞ്ച് വെണ്ടയ്ക്ക 10-12 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തക്കാളിയും കുറച്ച് ഉള്ളിയുമാണ്. ഉള്ളി എന്ന് പറയുമ്പോൾ ചുവന്നുള്ളിയല്ല, ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് അളവിൽ തുവരപ്പരിപ്പെടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളിയും അല്പം ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത വെണ്ടയ്ക്ക അതിൻ്റെ അറ്റവും തലപ്പും ഒക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം സാമ്പാറിനൊക്കെ അരിയുന്ന രീതിയിൽ, അതായത് കുറച്ച് നീളത്തിൽ 1 എണ്ണം 3ആയിട്ട് മുറിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി സവാളയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതുപോലെ ഇതളായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇത് ഞാൻ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. തീ ഒരുപാട് കുറഞ്ഞു പോകരുത്. ഉള്ളിയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഉള്ളിയെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്കിതേ എണ്ണയിൽ തന്നെ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം അതുപോലെ തന്നെയുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. വെണ്ടയ്ക്കയും ഇതേപോലെ തന്നെ ഉള്ളി വഴറ്റിയ കണക്ക് തന്നെ തീ കൂട്ടി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പരിപ്പും തക്കാളിയും വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നോക്കൂ, പരിപ്പും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പരിപ്പും തക്കാളിയും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയിൽ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ആ ഉള്ളി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിരുന്ന ആ പരിപ്പും തക്കാളിയും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്കൊരല്പം പുളി പിഴിഞ്ഞ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ കറി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ കറി ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് താളിച്ചിടാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശ, ഇഡ്ഡലി, പുട്ട് എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. വെണ്ടയ്ക്കായ പരിപ്പ് കറി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.